ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുവേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീ ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം എന്ന അധ്യായത്തിന്റെ ശ്ലോകം 61 നമുക്കൊന്ന് നോക്കാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരാ വശേ ഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരിവൽ. ഹരേ കൃഷ്ണ. വളരെ നല്ല ഒരു ശ്ലോകമാണ് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം. എങ്ങനെയാണ് ഭക്തന്മാർക്ക് ഇന്ദ്രിയ നിയന്ത്രണം സാധ്യമാവുക എന്നതിനെ പറ്റിയുള്ള ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. പ്രഭുപാദ് വളരെ വിശദമായി തന്നെ പർപ്പട്ടിലൂടെ നമുക്ക് പലതും പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആചാര്യന്മാരുടെ ഉപദേശങ്ങൾ അതേപടി അനുസരിക്കുക എന്നാൽ അത് നമുക്ക് സ്വായത്തമാക്കും. അതിന്റെ റിസൾട്ട് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നതാണ് സത്യം. അപ്പൊ ഇവിടെ ശ്രീല പ്രഭുപാദ് എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഈ ശ്ലോകത്തിന്റെ അർത്ഥം, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധി ഉള്ളവൻ എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അർജുനന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ബുദ്ധിയോഗം ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ജ്ഞാനയോഗം ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ കർമ്മയോഗം ചെയ്യുക, ഇങ്ങനെയൊക്കെ ഉള്ള സംശയം. അപ്പൊ ഭഗവാൻ എല്ലാ യോഗങ്ങളെ പറ്റിയും പറഞ്ഞു. അപ്പൊ അർജുനൻ ചോദിക്കുകയാണ്, പിന്നെ കർമ്മയോഗം പറഞ്ഞു, ഇപ്പൊ പറയുന്നു ബുദ്ധിയോഗമാണ് നല്ലതെന്ന്. ഞാൻ എങ്ങനെയാ അത് മനസ്സിലാക്കുക? അല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുടെ ലക്ഷണം എന്തൊക്കെയാണ്? ഇങ്ങനെ പല പല സംശയങ്ങൾ അർജുനൻ ഉണ്ടായി. ശരിക്കും അർജുനൻ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ആ സംശയങ്ങൾ ഭഗവാനോട് ഉന്നയിക്കുന്നത്. ഇവിടെയും ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നു എപ്രകാരം നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിക്കാനാവുമെന്ന്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇതെല്ലാം നമ്മളെ വഴിതെറ്റിക്കുന്നതാണ് സത്യം. എങ്ങനെയെന്ന് ചോദിച്ചാല് ശരിക്കും മനസ്സാണ് ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഘടകം. അപ്പോൾ കണ്ണുകൾ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ അത് വേണം എന്ന് ആഗ്രഹിക്കും. അത് നേരെ മനസ്സറിഞ്ഞിട്ട് മനസ്സ് അതിനു വേണ്ടി ശ്രമിക്കും, അതിനുവേണ്ടി ബുദ്ധിയെ പ്രേരിപ്പിക്കും. അപ്പോൾ ബുദ്ധി അതെങ്ങനെ നേടാമെന്ന് ചിന്തിച്ചിട്ട് നിർദ്ദേശങ്ങൾ നൽകും. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളെ സ്വായത്തമാക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പോ കലിയുഗത്തിലെ എല്ലാ ആൾക്കാരും ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിറകെ അങ്ങ് പായുകയാണ്. അതിന്റെ അർത്ഥം എല്ലാവരും മനസ്സുകൊണ്ടാണ് ചിന്തിക്കുന്നത്, മനസ്സുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്, മനസ്സ് തീരുമാനിക്കുന്നത് എന്താണോ അതാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ ചോദിക്കും, മനസ്സല്ലേ ചിന്തിക്കാതെ പിന്നെ എങ്ങനെയാ നമ്മൾ പ്രവർത്തിക്കാന്ന് ചോദിക്കും. ശരിക്കും നമ്മൾ ബുദ്ധിപൂർവം ചിന്തിക്കണം എന്നാ പറയാ. ആചാര്യന്മാർ പറഞ്ഞു തരുന്നത്, ഇന്ദ്രിയങ്ങളെല്ലാം ബുദ്ധിയുടെ പരിധിക്കായാൽ, ബുദ്ധി പറയുന്നിടത്ത് ഇന്ദ്രിയങ്ങൾ നിന്നാൽ മനസ്സ് ആ ബുദ്ധി പറയുന്നത് പോലെ അനുസരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, മനസ്സ് പറയും നമുക്ക് ഈ ക്ലാസ് ഒന്നും കേൾക്കണ്ട, നമുക്ക് ആ സമയം കൊണ്ട് സിനിമ കാണാൻ പോവാം, അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് എൻജോയ് ചെയ്യാമെന്ന് മനസ്സ് പറയും. അപ്പൊ ബുദ്ധി പറയും, എടാ പൊട്ടാ, നമ്മൾ ആ സമയം പാഴാക്കുകയാണ് ചെയ്യണത്. അതേസമയം ഭഗവാന്റെ അതീന്ദ്രിയ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയാണെങ്കിൽ, കേൾക്കാൻ മനസ്സ് കാണിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ആത്മാവിനാണ് ഗുണകരമാവുക. ബാക്കിയുള്ള മനസ്സ് പറയുന്ന സുഖസൗകര്യങ്ങളെല്ലാം ഈ ഭൗതിക ശരീരത്തിനാണ് സന്തോഷം നൽകുക. അത് വളരെ നൈമിഷികവും. അങ്ങനെ ഈ ശരീരത്തിന് കിട്ടുന്ന സുഖങ്ങൾ വളരെ കുറച്ചു മാത്രം ലഭ്യമാവുകയും ദുഃഖങ്ങൾ മാത്രം കൂടുതൽ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു ഭൗതിക ലോകത്താണ് നാം ജീവിച്ചിരിക്കുന്നത്. അതായത് ദുഃഖാലയം അശാശ്വതം എന്നാണ് ഈ ഭൗതിക ലോകത്തെ പറ്റി പറയുന്നത്.
അപ്രകാരം നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ആ ബുദ്ധി പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കാനും ആ ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്താനും എങ്ങനെ സാധിക്കും എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നത്. വിശദമായ പ്രഭുപാദിന്റെ പർപ്പട്ടിലൂടെ പോവാം. യോഗത്തിന്റെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധമെന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. കൃഷ്ണാവബോധമില്ലെങ്കിൽ ഇന്ദ്രിയ ജയം സാധ്യമല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന യോഗത്തിന്റെ കാര്യം പറയുന്നു. ഈ യോഗം എന്ന് പറയുന്നത് അഷ്ടാംഗ യോഗയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ എന്തിനാണ് അഷ്ടാംഗ യോഗ ചെയ്യുന്നത്? ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. അഷ്ടാംഗ യോഗ എന്ന് പറഞ്ഞാൽ 8 തരത്തിലുള്ള പ്രോസസ്സാണ്. നിയമ പ്രത്യാഹാര ധാരണ ആസന അങ്ങനെ പോകുന്ന 8 പ്രോസസ്സിലൂടെ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് കടക്കും, പിന്നെ അടുത്ത പ്രോസസ്സിൽ കടക്കും. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നിയമം എന്ന് പറയുന്നത് നമ്മൾ ശ്വാസനിശ്വാസങ്ങളെ നിയന്ത്രിക്കുക, ശ്വാസത്തെ കൺട്രോൾ ചെയ്യാൻ പരിശീലിക്കുക. പിന്നെ ആസന എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സെക്യൂർഡ് പ്ലേസിൽ ചമ്രം പടിഞ്ഞിരിക്കുക, നട്ടലും കഴുത്തും സ്ട്രെയിറ്റ് ലൈനിൽ വയ്ക്കുക. അങ്ങനെ യോഗ നിഷ്ഠകളുണ്ട്. അതാണ് ആസന എന്ന് പറഞ്ഞാൽ. അത് പ്രാക്ടീസ് ചെയ്ത് അതിൽ നല്ല പ്രാവീണ്യം നേടുമ്പോൾ അങ്ങനെ തുടർന്ന് എത്ര വർഷങ്ങളോളം ഇരിക്കാൻ സാധിക്കും. അങ്ങനെ വർഷങ്ങളോളം പ്രാക്ടീസ് ചെയ്ത് അവസാനം സമാധി പൊസിഷനിൽ എത്തുന്ന ഒരാള് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ആ ജീവചൈതന്യം അല്ലെങ്കിൽ ഈശ്വരീയ ശക്തിയെ തിരിച്ചറിയും. അതാണ് പരമാത്മാ റിയലൈസേഷൻ. അപ്പോ അങ്ങനെ വർഷങ്ങളോളം കഠിന പ്രാക്ടീസ് ചെയ്ത് ഇന്ദ്രിയങ്ങളെയൊക്കെ വരുതിയിലാക്കാൻ നിർബന്ധപൂർവം നമ്മൾ പിൻവലിപ്പിച്ച് നിർബന്ധപൂർവം ആ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി വെച്ച് കണ്ണുകൾ അടച്ച് തപസ് ചെയ്യാൻ പറയുന്നത് കണ്ണുകൾക്ക് വിഷയമാകുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിടുതൽ നേടാൻ വേണ്ടിയിട്ടാണ്. വായുവിനെ അല്ലെങ്കിൽ ശ്വാസോനിശ്വാസങ്ങളെ നിയന്ത്രിക്കാൻ പറയുന്നത് ഗന്ധങ്ങളിലൂടെയും നമ്മുടെ മനസ്സ് ചഞ്ചലപ്പെടാം, അങ്ങനെ വരാതിരിക്കാനാണ്. അപ്പൊ എല്ലാം നമ്മൾ അടച്ചുപൂട്ടി ഓരോ വാതിലായിട്ട് കൊട്ടി അടച്ചിട്ടാണ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. എവിടെ? അഷ്ടാംഗ യോഗയില്. അങ്ങനെ നിർബന്ധപൂർവം ഇന്ദ്രിയങ്ങളെ തടഞ്ഞു വെച്ചാൽ അത് ഒരു ചെറിയൊരു അവസരം, ഒരു ചെറിയൊരു ചാൻസ് കിട്ടിയാൽ അത് വെളിയിൽ ചടാൻ നോക്കും, അല്ലെങ്കിൽ അവിടുന്ന് ആ ബന്ധനം പൊട്ടിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ തടവിൽ നിന്ന് വെളിയിൽ വരാൻ ട്രൈ ചെയ്യും. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശ്വാമിത്ര മഹർഷിയും ശകുന്തളയുടെ ഒരു സ്ത്രീയുടെ പാദസരത്തിന്റെ ശബ്ദം കേട്ടപ്പോ സ്ത്രീകളുടെ ആ നടപ്പിന്റെ ആ ട്യൂണിനനുസരിച്ച് ആ പാദസരം കിലുങ്ങിയപ്പോ വിശ്വാമിത്ര മഹർഷി കഠിന തപസ്സിലായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കർണപുടങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് ആയില്ല. ആ സൗണ്ട് കേട്ട ഉടനെ പാദസ്വരങ്ങളുടെ ശബ്ദം കേട്ടപ്പോ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് പറയുന്നുണ്ട് അത് സ്ത്രീയാണ്, നോക്കുന്നു. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുന്നു, സുന്ദരിയായ സ്ത്രീയെ കാണുന്നു, അവളുടെ പിന്നാലെ പോകുന്നു. അപ്പൊ ഇത്രയും വർഷം കഠിന തപസ് ചെയ്തതിന് യാതൊരു ഫലവും ഇല്ലാതാവുന്നു. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിർബന്ധപൂർവ്വം നമ്മുടെ വരുതിക്കാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയണത് യോഗത്തിന്റെ പരമകാഷ്ഠയിൽ എത്തുന്ന ഒരാൾക്ക് പോലും സാധിക്കാത്ത കാര്യം നമ്മുടെ കൃഷ്ണാവബോധം പ്രാക്ടീസ് ചെയ്താൽ സാധിക്കുമെന്ന് ഭഗവാൻ തന്നെ സ്വയം അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്. അതിന് ഉദാഹരണമായിട്ട് ഇവിടെ അംബരീഷ് മഹാരാജാവിന്റെ ചരിത്രം പറയുന്നുണ്ട്. അംബരീഷ് മഹാരാജാവ് ചക്രവർത്തിയാണ്. അദ്ദേഹം രാജ്യം ഭരിക്കുന്ന രാജാവാണ്. കുടുംബാംഗങ്ങൾ, ഭാര്യ, മക്കൾ എല്ലാവരും ഉണ്ട്. എന്നിട്ടും അദ്ദേഹം കൃഷ്ണാവബോധത്തിൽ മുഴുകി ജീവിച്ചതിനാൽ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ അദ്ദേഹത്തിന്റെ വരുതിക്ക് നിൽക്കുമായിരുന്നു. അപ്പോ എങ്ങനെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ വരുതിക്ക് നിർത്താനാവുക എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബാക്കി ഞാൻ നോക്കാം. മുൻപറഞ്ഞ മഹർഷി ദുർവാസാവ് അംബരീഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്താൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മറിച്ച് രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ഒരു ശക്തനായ യോഗി അല്ലെങ്കിലും ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം മഹർഷിയുടെ ദുർനയങ്ങളെ മൗനമായി സഹിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അംബരീഷ് മഹാരാജാവ് വിജയിയായി.
ആ രാജാവിന് ഇന്ദ്രിയ സംവരണം സാധിച്ചത് ഭാഗവത്തിൽ പ്രതിപാദിക്കപ്പെട്ട ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതായത് അംബരീഷ് മഹാരാജാവ് പരമഭക്തനായിരുന്നു ഭഗവാന്റെ. അദ്ദേഹത്തിന്റെ നാവും ഇന്ദ്രിയങ്ങളും എല്ലാം വളരെ നിയന്ത്രണ വിധേയമായിരുന്നു. അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമായിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ആ ഇന്ദ്രിയങ്ങളെ എല്ലാം ഭഗവാന്റെ സേവനത്തിനായി വിനിയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത് എന്നാണ് ആ ദുർവാസാവ് മഹർഷിയുടെ ആ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതൊരു കഥ പോലെ നമുക്ക് കേട്ടാൽ കാര്യം മനസ്സിലാകും. അതായത് അംബരീഷ് മഹാരാജാവ് വളരെ വലിയ ഒരു പരമഭക്തനായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഭക്തി ഇങ്ങനെ വളർന്നു വന്നാൽ ദേവന്മാർക്ക് പോലും ഭയമായി. കാരണം വിഷ്ണുവിന്റെ പരമഭക്തിയിൽ എത്തുന്ന ഒരാൾക്ക് വിഷ്ണുപദം പോകാൻ സാധിക്കും. അപ്പോ നിസ്സാരമായിട്ടുള്ള ഇന്ദ്രപദം വളരെ എളുപ്പം അച്ചീവ് ചെയ്യാൻ ആ രാജാവിനെ കൊണ്ട് സാധിക്കും എന്നൊരു ബോധ്യം ഇന്ദ്രനുണ്ടായി. അപ്പൊ ഇന്ദ്രൻ എന്ത് വിചാരിച്ചു? എന്റെ കസേര തെറിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഇന്ദ്രപദം പോകാതിരിക്കാൻ അദ്ദേഹം ദുർവാസാവ് മഹർഷിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഏകാദശി വ്രതത്തിൽ ഇരിക്കുന്ന അംബരീഷ് മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് വ്രതം മുടക്കിക്കൂടെ എന്ന് ചോദിക്കും. അപ്പോ ദുർവാസാവ് മഹർഷി എഗ്രി ചെയ്യും. ദുർവാസാവ് മഹർഷി എല്ലാരെ പോലെയും നമുക്ക് അറിയാവുന്നതാണ്. അദ്ദേഹം എപ്പോഴും ക്ഷിപ്രകോപിയാണ്. വളരെയധികം ശപിക്കാൻ ശക്തിയുള്ള മഹർഷിയാണ്. അദ്ദേഹത്തിന് കോപം നിയന്ത്രിക്കാനാവില്ല. ഒരു കണക്കിന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോപം ആണ് അദ്ദേഹത്തിന്റെ തപശക്തി എന്ന് പറയുന്നത്. എത്രത്തോളം കോപിക്കുമോ അത്രത്തോളം അദ്ദേഹത്തിന്റെ തപശക്തി കൂടും. അങ്ങനെ ഒരു വരമാണ് ദുർവാസാവ് മഹർഷിക്കുള്ളത്. അതുകൊണ്ട് നിസ്സാര കാര്യത്തിന് പോലും അദ്ദേഹം കോപിക്കാനാണ് ശ്രമിക്കുക. അപ്രകാരം ആ കഠിന കോപത്തിൽ അല്ലെങ്കിൽ ശാപം ഏറ്റിട്ട് അംബരീഷ് മഹാരാജാവ് ഇല്ലാണ്ടായിക്കോളും എന്നാണ് ആ ഇന്ദ്രൻ വിചാരിച്ചത്. അങ്ങനെ ഇന്ദ്രന്റെ കണക്കൂട്ടലുകൾ പോലെ ദുർവാസാവ് മഹർഷി അംബരീഷ് മഹാരാജാവിന്റെ അടുത്തെത്തി. തലേ ദിവസം ഏകാദശി വ്രതം നോക്കിയിരുന്ന മഹാരാജാവാണ്. അപ്പോൾ രാവിലെ ദുർവാസാവ് മഹർഷി വന്ന് പറയാണ്, നമുക്ക് ഒരുമിച്ച് പാരണ വിടാം, വ്രതം മുടക്കാം, ഞാൻ ഒരു സ്നാനം കഴിഞ്ഞിട്ട് വന്നേക്കാം, അതിനുശേഷം നമുക്ക് ഒരുമിച്ച് തന്നെ പാരണ വിടാമെന്ന് പറഞ്ഞു. അപ്രകാരം അംബരീഷ് മഹാരാജാവ് പാരണ വിടാനായിട്ട് തയ്യാറായി ഇരുന്നു. പക്ഷേ ആ പാരണ വിടുന്ന സമയം കഴിയാറായിട്ടും ദുർവാസാവ് മഹർഷി എത്തിയില്ല. അന്നേരം 2 തുള്ളി വെള്ളം അംബരീഷ് മഹാരാജാവ് കുടിച്ചുകൊണ്ട് പാരണ വീട്ടി അല്ലെങ്കിൽ വ്രതം മുടക്കി. ആ നിമിഷമാണ്, അത് കണ്ടുകൊണ്ടാണ് ദുർവാസാവ് മഹർഷി അവിടേക്ക് വന്നത്. അപ്രകാരം അദ്ദേഹം അത് കണ്ട് കോപിഷ്ഠനാവുകയും, അല്ലെങ്കിൽ കോപിക്കാനായിട്ട് കാത്തിരുന്ന മഹർഷിയായിരുന്നു, ഇതൊരു കാരണം കിട്ടി കഠിനമായി കോപിക്കുകയും അംബരീഷ് മഹാരാജാവിനെ ശപിക്കാനായിട്ട് ഓങ്ങുകയും ചെയ്തു. അന്നേരം തന്നെ ഭഗവാന്റെ കയ്യിലിരുന്ന വിഷ്ണു ഭഗവാന്റെ കയ്യിലിരുന്ന സുദർശന ചക്രം അതേ നിമിഷം തന്നെ തന്റെ ഭക്തനെ സംരക്ഷിക്കാനായിട്ട് ദുർവാസാവ് മഹർഷിയുടെ തല കൊയ്യാനായിട്ട് അടുക്കുന്നത് കണ്ടു. പെട്ടെന്ന് കാര്യം മനസ്സിലാക്കിയ ദുർവാസാവ് മഹർഷി ശപിക്കാതെ തന്നെ ഓടാൻ തുടങ്ങി ആ സുദർശന ചക്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും നിശ്ചേഷ്ടനായിട്ട് അംബരീഷ് മഹാരാജാവിന് നിൽക്കാൻ സാധിച്ചു. അതെങ്ങനെയാണ്? കാരണം അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ വരുതിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് അധീനനായിരുന്നു. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം അദ്ദേഹം ഭഗവാന്റെ സേവനത്തിനായിട്ടാണ് വിനിയോഗിച്ചിരുന്നത്. അത് എങ്ങനെയെന്ന് ഭാഗവത്തിൽ പറയുന്നു. അതായത് സവൈ മന കൃഷ്ണ പാദാരവിന്ദയോർ വാചാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരൗ ഹരേർ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗായ ദർശനേ ദൃശൗ തത്ഭൃത്യഗാത്ര സ്പർശേ അംഗസംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ പാദൗ ഹരേ ക്ഷേത്ര പാദാനുസർപ്പണേ ശിരോ ഹൃഷികേശ പദാഭിവന്ദനേ കാമം ച ദാസ്യേ കാമകാമ്യയാ. അപ്പൊ അംബരീഷ് മഹാരാജാവ് എപ്രകാരമാണ് തന്റെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവനത്തിനായിട്ട് വിനിയോഗിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ വ്യക്തമാക്കുന്നത്. അതെങ്ങനെയാണ്? അംബരീഷ് മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാദാര വിന്ദങ്ങളിൽ അർപ്പിച്ചു. അപ്പോൾ ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും
കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും, ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും, തദ്രൂപ ദർശനത്തിൽ കണ്ണുകളും, ഭക്തന്മാരുടെ ശരീരസ്പർശനത്തിൽ സ്വദേഹവും, തൃപ്പാദ അർച്ചനയ്ക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും, ഭഗവാൻ അർപ്പിച്ച തുളസി ദളങ്ങൾ ആസ്വദിക്കുന്നതിൽ രസനയും ഏർപ്പെട്ടു. കൃഷ്ണക്ഷേത്രങ്ങളിലേക്കുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നടന്നു. ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം ശ്രീകൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു. അപ്പോൾ ഭഗവാന്റെ ഭക്തനാകാൻ എപ്രകാരമാണ് അംബരീഷിന് സാധിച്ചത് എന്നാണ് ആ ശ്ലോകത്തിലൂടെ പറയുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും കണ്ണുകളും സർവ്വ ഇന്ദ്രിയങ്ങളും ഭഗവാന്റെ സേവനത്തിനായി വിനിയോഗിക്കുന്നു എന്ന് സാരം. അതേപോലെ ഗൃഹസ്ഥനായിട്ട് ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഭഗവാന്റെ സേവനത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഏർപ്പെടുത്താൻ സാധിക്കും. എപ്രകാരം എന്ന് ചോദിച്ചാല് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അല്ലയോ അർജുന, നീ നിന്റെ നീതകർമ്മം അനുഷ്ഠിക്കൂ. നീ ഒരു ക്ഷത്രിയനാണ്, യുദ്ധം ചെയ്യുക എന്നുള്ളത് നിന്റെ കടമയാണ്. നീ നിന്റെ നീതകർമ്മം യുദ്ധം ചെയ്യുക തന്നെ വേണം. അതെങ്ങനെ വേണം? മയ്യ അർപ്പിത മനോർബുദ്ധി, അതായത് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നീതകർമ്മങ്ങൾ ചെയ്യാൻ. അത് നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും. ദിവസവും നമ്മൾ രാവിലെ തന്നെ ജപം കഴിഞ്ഞാല് 24 മണിക്കൂർ ആ ജപത്തിന്റെ ധ്വനി നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അനുഭവസ്ഥർക്കറിയാം. അപ്പോൾ എല്ലായ്പ്പോഴും ഹരേർ നാമ നമുക്ക് ചൊല്ലാൻ പറ്റും. അപ്പൊ നാവ് എപ്പോഴും ഹരേർ നാമ ചൊല്ലാൻ ഉപയോഗിക്കപ്പെടും. പ്ലസ് അതോടൊപ്പം മനസ്സ് എപ്പോഴും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിൽ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ പോലും, ബാത്റൂമിൽ പോയി കുളിക്കുന്ന സമയത്ത് പോലും മനസ്സിൽ ആ മന്ത്രം ഉണ്ടാവും. രാവിലെ വെളുപ്പാങ്കാലത്ത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് 16 റൗണ്ട് കൃത്യനിഷ്ഠയോടെ ആ ഭഗവാന്റെ സ്മരണയോടെ ചെയ്യുന്ന ഏതൊരാൾക്കും സ്വയം അനുഭവിച്ചറിയാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ഇതിന് പ്രത്യേക ദിവ്യ ശക്തി ഒന്നും നമുക്ക് ആവശ്യമില്ല. രാവിലെ എന്ത് പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അതിന് മുന്നേ നമ്മുടെ ജപം തീർന്നു കഴിഞ്ഞാൽ അന്നത്തെ ഫുൾ ഡേ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും. യാതൊരു മടിയോ അലസതയോ ഒന്നും ഉണ്ടാവില്ല. പരിപൂർണ സംതൃപ്തി നമുക്ക് അനുഭവപ്പെടും. അപ്രകാരം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും, ചോറ് വയ്ക്കുമ്പോഴും കറി വയ്ക്കുമ്പോഴും എല്ലായ്പ്പോഴും ആ ഭഗവാന്റെ നാമം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. അറിയാതെ തന്നെ, മനഃപൂർവ്വം അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതാണ് ആ ചാണ്ടിങ്ങിന്റെ എഫക്റ്റ്. അങ്ങനെ സദാസമയവും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന പ്രവൃത്തികളായി മാറും. അപ്പോൾ നിസ്സാരം നമ്മൾ അടിച്ചു വാരുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും, വീട് വൃത്തിയാക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും അത് ഭഗവാന് സമർപ്പിക്കുന്ന സേവയായിട്ട് ഭഗവാൻ കണക്കാക്കും. എങ്ങനെ? നിരന്തരം ഭഗവത് സ്മരണയിലൂടെ. അങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ നമുക്ക് ആ സ്മരണ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ശ്രീല പ്രഭുപാദ് പറഞ്ഞത് 16 റൗണ്ട് ചാണ്ടിയാൻ. അല്ലാതെ വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ ജപിക്കുന്ന ഒരാൾക്ക് അയാളുടെ ഇന്ദ്രിയങ്ങൾ അയാൾ പറയുന്നിടത്ത്, അയാളുടെ ബുദ്ധി ഉപദേശിക്കുന്നിടത്ത് നിൽക്കും. അത് സത്യം തന്നെയാണ്. അങ്ങനെ അഷ്ടാംഗ യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യോഗിയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഈ ബുദ്ധിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പരമഭക്തന് തീർച്ചയായിട്ടും നിഷ്പ്രയാസം സാധിക്കും എന്നാണ് ഇവിടെ അംബരീഷ് മഹാരാജാവിന്റെ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുന്നത്. മത്പര എന്ന വാക്കിന് ഇവിടെ അത്യന്തം ഔചിത്യമുണ്ട്. എങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണം എത്രേ അംബരീഷ് മഹാരാജാവിന്റെ ജീവിതം. മത്പര ശൃംഖലയിൽ ശ്രീല ബലദേവ വിദ്യാഭൂഷൺ എന്ന മഹാപണ്ഡിതൻ ആചാര്യൻ പറഞ്ഞിരിക്കുന്നു, മത്ഭക്തി പ്രഭാവേന സർവേ ഇന്ദ്രിയ വിജയ പൂർവിക സോ ആത്മദൃഷ്ടി സുലഭേതി ഭാവ. അതായത് കൃഷ്ണനെ ഭക്തിപൂർവ്വം സേവിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങളെ സമ്പൂർണമായി കീഴടക്കുവാൻ വേണ്ടുന്ന ശക്തി ഉണ്ടാകും. അഗ്നിയെയും ഒരു ഉദാഹരണമായി പറയാറുണ്ട്. അതായത് ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിൽ എന്തും ദഹിപ്പിച്ച് ചാരമാക്കുന്നത് പോലെ ഒരു യോഗിയുടെ, ഭക്തിയോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന ഭഗവാൻ വിഷ്ണു സർവ മാലിന്യങ്ങളെയും ഭസ്മീകരിക്കുന്നു. അതാണ് നമ്മൾ ചാണ്ടിക്കിലൂടെ നേടിയെടുക്കുന്നത്. യോഗസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ്. അതായത് ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്യണം എന്നാണ്, അല്ലാതെ ശൂന്യതയെ അല്ല. ഇന്നത്തെ മോഡേൺ ലൈഫിലെ യോഗ എല്ലാം പറയുന്നത് നിങ്ങൾ ഒരു ബൾബിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ,
അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബിന്ദുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞിട്ടാണ് അവർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു ഭഗവാനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കാനാകും എന്നാണ് ഇവിടെ പറയുന്നത്. വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. അപ്പൊ മോഡേൺ യോഗത്തില് യോഗ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ശരീരത്തിന് കുറെ ആയാസം കിട്ടുമായിരിക്കാം, പക്ഷേ ആത്മാവിന് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കില്ല എന്ന് സാരം. യഥാർത്ഥ യോഗയുടെ അർത്ഥം എന്തെന്ന് വെച്ചാല് കണക്ഷൻ വിത്ത് ലോഡ് എന്നാണ്. യോഗ എന്ന് പറഞ്ഞാല് ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് അർത്ഥം, ബന്ധം സ്ഥാപിക്കുക എന്നതാണ് അർത്ഥം. അങ്ങനെ നിരന്തരം ഭഗവാനുമായിട്ട് നാമജപത്തിലൂടെ നമ്മൾ ബന്ധം സ്ഥാപിച്ചു കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു യോഗിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാനും സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാകണം, ഭഗവത് ഭക്തരാവണം, അതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. അപ്പൊ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വളരെ വിശദമായിട്ട് പ്രഭുപാദ് പറഞ്ഞു തരുന്നു, ഭക്തിയോഗം പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഹരിബോൽ, ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ശ്ലോകത്തിനെ പറ്റിയുള്ള ഡൗട്ടും ചോദിക്കാം, ഒരു 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യമാണെങ്കിൽ സംസാരിക്കാം, അല്ലെങ്കിൽ അടുത്ത ശ്ലോകം വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എന്താ വേണ്ടതെന്ന് മാതാജി പറയൂ. ഹരിബോൽ, ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. പറയണം മാതാജി. അതെ 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 അതെ